ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസതാം പുരതോ മമ. ശ്രീനാരായണ കവചം ഇതിലെ 23-ാമത്തെ ശ്ലോകം. ചക്രം യുഗാന്താൻ അലദിക്മനേമി ഭ്രമത്സമന്താത് ഭഗവത് പ്രയുക്തം ദന്തഗ്ധ്യരി സൈന്യമാശു കക്ഷം യഥാ വാദസഖോ ഹുദാശ. പരമാത്മാവിനാൽ ചലിപ്പിച്ച് 4 ദിക്കുകളിലും അലഞ്ഞു നടക്കുന്ന പരമാത്മാവിന്റെ ഡിസ്കിന് സഹസ്രാബ്ദത്തിന്റെ അവസാനത്തിൽ വിനാശകരമായ അഗ്നി പോലെ മൂർച്ചയുള്ള അരികുകളുണ്ട്. ജ്വലിക്കുന്ന അഗ്നിക്കാറ്റിന്റെ സഹായത്താൽ ഉണങ്ങിയ പുല്ലിനെ ചാരമാക്കുന്നത് പോലെ ആ സുദർശന ചക്രം നമ്മളുടെ ശത്രുക്കളെ ദഹിപ്പിച്ച് ചാരമാക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. 24-ാമത്തെ ശ്ലോകം. ഗദേശ നിസ്പർശന വിസ്ഫുലിംഗേ നിഷ്പണ്ഡിജിത പ്രിയാസി കുഷ്മാണ്ഡവൈനായക യക്ഷരക്ഷോ ഭൂതഗ്രഹാം ചൂർണയാരിൻ. ഗദേശ നിസ്പർശന വിസ്ഫുലിംഗേ, പരമപുരുഷന്റെ കയ്യിലുള്ള ദണ്ഡേ, നിങ്ങൾ ഇടിമിന്നൽ പോലെ ശക്തിയുള്ള തീപ്പൊരികൾ പുറപ്പെടുവിക്കുന്നു. നിങ്ങൾ ഭഗവാന് അങ്ങേയറ്റം പ്രിയപ്പെട്ടവരാണ്. ഞാനും ഭഗവാന്റെ ദാസനാണ്. കുഷ്മാണ്ഡ വൈനായക യക്ഷരക്ഷോ ഭൂതഗ്രഹാം ചൂർണയാരിൻ. കുഷ്മാണ്ഡങ്ങൾ, വൈനായകർ, യക്ഷന്മാർ, രാക്ഷസന്മാർ, ഭൂതങ്ങൾ, ഗ്രഹങ്ങൾ എന്നിങ്ങനെ അറിയപ്പെടുന്ന ദുഷ്ടജീവികളെ തുരത്താൻ എന്നെ സഹായിക്കണമേ. ദയവായി അവ പൊടിക്കുക. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. 25-ാമത്തെ ശ്ലോകം. ത്വം യാതുദാന പ്രമദ പ്രേതമാതൃ പിശാച വിപ്രഗ്രഹഘോര ദൃഷ്ടീൻ ധരേന്ദ്ര വിദ്രാവയ കൃഷ്ണപൂരിത ഭീമസ്വനോരീർ ഹൃദയാനി കമ്പയൻ. ഹേ ശംഖുകളിൽ ഏറ്റവും മികച്ചവനെ, ഭഗവാന്റെ കരങ്ങളിലുള്ള പാഞ്ചജന്യമേ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിശ്വാസത്താൽ നീ എപ്പോഴും നിറഞ്ഞിരിക്കുന്നു. അതിനാൽ രാക്ഷസന്മാർ, പ്രമദ പ്രേതങ്ങൾ, മാതാക്കൾ, പിശാചുക്കൾ, ബ്രഹ്മണപ്രേതങ്ങൾ തുടങ്ങിയ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ ഭയാനകമായ ഒരു ശബ്ദസ്പന്ദനം നിങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ശ്രീഹരയേ നമ, ശ്രീഹരയേ നമ, ശ്രീഹരയേ നമ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.